കൈവിലങ്ങുമായി ചാടിപ്പോയ അച്ഛനും മകനുമായ പ്രതികൾ പിടിയിൽ. വയനാട് മേപ്പാടിയിൽ നിന്നാണ് ഇവരെ പോലീസ് പിടികൂടിയത്. പാലോട് പോലീസ് സ്റ്റേഷനിലെ മോഷണ കേസ് പ്രതികളാണ് ഇരുവരും. വിവരങ്ങളുമായി എം മനോജ് ഒപ്പം ചേരുന്നു. മനോജ്, ഇത് പാലോടാണ് സംഭവിച്ചത്. അവിടെ ഞാൻ മനസ്സിലാക്കുന്നത് വീടിനടുത്താണ്. അപ്പോൾ അവിടെ ഒരു ചപ്പാത്തി യൂണിറ്റ് അങ്ങനെ എന്തോ പറഞ്ഞാണ് ഇവർ വാടകയ്ക്ക് എടുക്കുന്നതും അതിൻ്റെ ബോർഡൊക്കെ അങ്ങനെയായിരുന്നു. പിന്നീടാണ് ഇവർ മോഷണം നടത്തിയത്. ഇവരെ വയനാട് നിന്ന് പിടികൂടുന്നു. കൊണ്ടുവരുന്ന വഴി ഇവർ ഇറങ്ങി ഓടുന്നു. വീണ്ടും വയനാട് നിന്ന് പിടിക്കുന്നു. വിവരങ്ങൾ അവിടെ 5 കടകളിലും പിന്നീട് പാലോട് സെന്റ് മേരീസ് പള്ളിയിലും അടക്കം മോഷണം നടത്തിയത് അച്ഛനും മകനുമാണ്. ഇവരെ കഴിഞ്ഞ 28-ന് പുലർച്ചെയാണ് കടയ്ക്കൽ ചുണ്ടയിൽ വെച്ച് ഇവർ പോലീസിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുന്നത്. അതായത് കൈവിലങ്ങുണ്ടായിരുന്നു. അതേസമയം തന്നെ ശുചിമുറിയിൽ പോകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആദ്യം ഈ അച്ഛനെ, അതായത് അയൂബ് ഖാനെ കൈവിലങ്ങ് അഴിക്കുകയായിരുന്നു പോലീസ്. മകന്റെ കയ്യിൽ ഈ വിലങ്ങുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ അയൂബ് ഖാൻ അവിടെ നിന്നും ഓടി. അതിന് പിന്നാലെ ഈ മകനും സെയ്തലവയും ഓടി രക്ഷപ്പെടുകയായിരുന്നു. പോലീസ് തിരച്ചിൽ നടത്തി. 2 ദിവസമായി തന്നെ ആ തിരച്ചിൽ അങ്ങനെ തുടർന്നു എന്നുള്ളതാണ്. ഡ്രോൺ പരിശോധന ഉൾപ്പെടെ നടത്തിയിട്ട് പോലും അവരെ കണ്ടെത്താനായില്ല. പിന്നീടാണ് ഇപ്പോൾ വയനാട് മേപ്പാടിയിൽ നിന്നും ഇവരെ പിടികൂടിയിരിക്കുന്നത്. എന്തായാലും ഈ മോഷണ കേസ് ഉൾപ്പെടെ നിരവധി കേസുകളിലെ പ്രതികളാണ് ഇവർ രണ്ടുപേരും. പോലീസിന് സംഭവിച്ച വലിയൊരു വീഴ്ച എന്ന് പറയുന്നത്, അവരാവശ്യപ്പെട്ടപ്പോൾ വാഹനം നിർത്തി അവരെ പുറത്തിറക്കി, കൈവിലങ്ങ് അയച്ച് പുറത്തിറക്കി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വലിയ വിമർശനമാണ് പോലീസിന് എതിരെ ഉയർന്നത്. എന്തായാലും അതിന് നടപടി വേണമെന്നൊക്കെ ആവശ്യം ഉയർന്നിരുന്നു. ഈ ഒരു സമയത്താണ് പോലീസ് കൂടുതൽ പ്രതിസന്ധിയിലായത്. ഈ ചുണ്ട ഭാഗവുമായി ബന്ധപ്പെട്ട വനമേഖലയിലേക്ക് ഇവർ പോയി എന്ന് കരുതി അവിടെയെല്ലാം വലിയ പരിശോധന നടത്തിയിരുന്നു. വിവിധ പോലീസ് സ്റ്റേഷനുകളിലെ ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്ന് ദിവസങ്ങളായി തിരച്ചിൽ നടത്തിയിട്ട് പോലും ഈ പ്രതികളെ കിട്ടിയില്ല. പിന്നാലെയാണ് ഇപ്പോൾ ഈ വയനാട് നിന്നും പ്രതികളെ പിടികൂടി എന്നുള്ള വിവരം വരുന്നത്. എന്തായാലും ഈ നെടുമങ്ങാട് വാളികോട് സ്വദേശികളാണ് ഈ പ്രതികളായിട്ടുള്ള സെയ്തലവിയും പിതാവ് അയൂബ് ഖാനും എന്നാണ് ലഭിച്ച വിവരം. നേരത്തെ തന്നെ വെഞ്ഞാറമൂട് സ്റ്റേഷൻ ഉൾപ്പെടെ ഇവർക്ക് നിരവധി കേസുകളുണ്ടെന്നും വിവരം ലഭിച്ചിരുന്നു. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടുണ്ടാക്കിയ സംഭവം കൂടെയാണ്. ഈ നിയമ നടപടികൾക്കായി ഇവരെ കൊണ്ടുവരുമ്പോൾ വഴിയിൽ വെച്ച് പോലീസ് ജീപ്പിൽ നിന്നും ഇവർ രക്ഷപ്പെടുകയായിരുന്നു എന്നുള്ളതാണ്. അതും മോഷണ കേസിലെ പ്രതികൾ രക്ഷപ്പെട്ട് പിന്നീട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇവരെ തിരികെ പിടികൂടാനാകുന്നത് എന്നുള്ളതാണ്. ശരി, കൈവിലങ്ങുമായി ചാടിപ്പോയ അച്ഛനും മകനും വയനാട് മേപ്പാടിയിൽ പിടിയിലായി. വിവരങ്ങൾ നൽകുകയായിരുന്നു എം മനോജ്.